പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. അതെന്നാ വർത്താനം പറഞ്ഞു പോയി? ആര് പറഞ്ഞു? കല്യാണത്തിന് കാടയച്ചല്ലോ, എനിക്ക് കിട്ടില്ലല്ലോ, മോശമായി പോയി. ദേശീയപാത ഉദ്ഘാടനം അടക്കമുള്ള ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല എന്നുള്ളതാണ്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഒഴിവാക്കിയ നടപടി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് വാർത്ത. അത് നല്ലതാ, അവൻ അങ്ങനെ വേണം. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിച്ചേരില്ല. എനിക്ക് അയാളെ കണ്ട അവർ കൂപ്പിട്ടാ വെറുതെ നല്ലത്, ഇല്ലെങ്കിൽ തലവെട്ടിക്കളയോ. ഒന്ന് പോണം മിസ്റ്റർ. പരിപാടി സംസ്ഥാന സർക്കാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അയാളുടെ മുമ്പിൽ പോയി ഒലത്തണം അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 6-7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യം. റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അല്ല, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, എനിക്കറിയില്ല, നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്.